ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു റിവ്യൂ പറയാനായിട്ടാണ്. ഏകദേശം ഒരു 4 മന്ത് ആയിട്ടുണ്ട് ഞങ്ങൾ ഇത് ചെയ്തിട്ട്. ഞങ്ങളുടെ കസിന്റെ മാരേജിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആൻസറും കൂടി പറയാന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഷാമ്പു കണ്ടീഷണർ ഏതാ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് QOD പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ടോണിയങ്കായിൽ നിന്നാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു അതന്നെ വാങ്ങാമെന്ന്. അപ്പോൾ ഇതിന് കണ്ടീഷണറും ഷാമ്പൂവിനും കൂടിയിട്ട് നമുക്ക് 3000 റുപ്പീസാണ് വരുന്നത്. ഷാമ്പൂവിന് 1500 കണ്ടീഷണറിന് 1500 അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന കാരണം എനിക്ക് വലിയൊരു കുഴപ്പം തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങളൊരു 4 മന്ത് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഹെയർ എങ്ങനെയാണ്, സ്ട്രക്ചറിൽ നല്ല ചേഞ്ച് വന്നോ, ആൾക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഞങ്ങളുടെ സ്ട്രക്ചർ കണ്ടോ, ഇവിടെ ഒരു ചെറുതായിട്ട് ഇതായിട്ടുണ്ട്. പിന്നെ അടിയിൽ എൻ്റെ ഒരു വേവി സ്ട്രക്ചർ ആയിട്ടുണ്ട്. എൻ്റെ ഏകദേശം ഒരു പഴയ മുടിയുടെ പോലെ ആയിട്ടുണ്ട്. പിന്നെ ഇവളുടെ നല്ല ചുരുണ്ടിട്ടുള്ള മുടിയായിരുന്നു. അതിവിടെ കാണിക്കാട്ടോ എൻ്റെ എങ്ങനെയായിരുന്നു മുടിന്ന്. ഇപ്പോൾ ഇങ്ങനെയുണ്ട്. ഇത് എൻ്റെ ബാക്ക് ആകുമ്പോഴും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ എൻ്റെ ഇവിടെ എന്തായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാണാണ്ടാവില്ല, എന്നാലും ഉണ്ട് ചെറുതായിട്ട് ഇവിടെ ഒന്ന് എന്താ പറയാ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഇതാ കണ്ടോ, ഇവിടെ ഒരു ഇങ്ങനെ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ മുടി ഹെയർ ഡാമേജ് ആയിട്ടില്ല, അതാണ് പറയാനുള്ളത്. ഹെയർ സ്മൂത്ത് ആണോ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഹെയർ സ്മൂത്ത് തന്നെയാണ്. ഇങ്ങനെ ഭയങ്കര നമ്മളിപ്പോൾ ബോട്ടോക്സ് ചെയ്ത കാരണം തോന്നുന്നു എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. വേറെ കെരാട്ടിൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുടി ഒന്നുകൂടി ഡ്രൈ ആവുന്നില്ലേ. എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവളുടെ മുടിയാണെങ്കിലും ഒട്ടും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത ദിവസം ഹെയർ ലോസ് ഉണ്ടോ ചെയ്തതിന് ശേഷം ചോദിച്ചിട്ടുണ്ട്. ഹെയർ ലോസ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, മുമ്പ് എൻ്റെ ഹെയർ പോയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഇതില് പോകുമ്പോഴേക്കൊരു മറ്റേതില് പോകുമ്പോഴേക്ക് വിഷമം ഉണ്ടായിരുന്നില്ല, കാരണം അത് ചുരുണ്ട മുടിയല്ലേ. ഇതില് പോകുമ്പോൾ നമുക്കൊന്നും കൂടി വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്തതിന്റെ ഒരു ഹെയർ ലോസ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. പിന്നെ താരം വന്നിട്ടുണ്ട്. അത് മുമ്പ് ഞങ്ങൾക്ക് താരം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഒരു 2 മന്ത് ഞാൻ ഹെയറിൽ ഓയിൽ ഒന്നും തേച്ചിട്ടില്ല. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ എണ്ണയിൽ മുക്കിയിട്ടാണ് ഞങ്ങൾ ഇതാക്കിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എണ്ണ തേക്കാണ്ടാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷെ ഇപ്പൊ ഞങ്ങൾ തേക്കാൻ തുടങ്ങി. പക്ഷെ കോക്കനട്ട് ഓയിലാണ് അങ്ങനത്തെ നമ്മൾ ഇങ്ങനെ കാച്ചി എണ്ണ അങ്ങനെയൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് ഞാൻ അങ്ങനെ ഗൂഗിളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആകെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്കിപ്പോൾ നല്ലോണം താരം വരുന്ന കാരണം, താരം എനിക്ക് ഓൾറെഡി മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മൾ ഓയിലും കൂടി തേക്കാത്ത കാരണം താരം ഒന്നും കൂടി കൂടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ തൈരും പിന്നെ കോക്കനട്ട് ഓയിലും അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് യൂസ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് അത്രയും ഭയങ്കര ചൊറിച്ചിലൊക്കെ വരുമ്പോൾ. അപ്പോൾ അതാണ് എൻ്റെ മുടിയിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ വിറ്റാമിൻ എ ക്യാപ്സ്യൂള് അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. സംഭവം അത് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെയ്തു എന്ന് വെച്ചിട്ട് എൻ്റെ ഹെയറിനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പം അതിൻ്റെ സ്ട്രക്ചറിൽ അങ്ങനെ ഭയങ്കര രീതിയിലുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ തേക്കുമ്പോൾ സ്കാൽപ്പിലാണ് തേക്കാറ്. എൻ്റെ ഇവിടെ ഒന്നും ഞാൻ തേക്കാറില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഈ മുടി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്, എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെർമനൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പെർമനൻ്റ് ആണ്. ഞങ്ങൾ പെർമനൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരെന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 6 മന്ത് അല്ലെ 72 വാഷസ് വരെയാണ് ഇങ്ങനെ നിൽക്കുള്ളൂ. പിന്നെ ഡാമേജ് ഉണ്ടാവില്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഡാമേജ് ഒന്നും വന്നിട്ടില്ല, നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെ അന്ന് ഓഫർ ഉണ്ടായിരുന്നു ടോണിയൻകായിലെ. അപ്പോൾ 8,999 പ്ലസ് ടാക്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഒരു 1800 രൂപയാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഷാമ്പൂ കണ്ടീഷണർ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്, അതിന് 3000 രൂപ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ചെയ്തതിന് ശേഷം വല്ല സ്പാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിൻ്റെ ആവശ്യമില്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 മന്ത്സ് 3 മന്ത്സ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഓയിൽ തേക്കാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോകാനായിട്ട് തൈരിൻ്റെ കുറച്ച് പാക്കുകളൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തത്. പക്ഷെ അത് ചെയ്തു വെച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്പാ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ സ്ട്രെയിറ്റനിങ്, ഇപ്പോൾ നമുക്കിതിപ്പോൾ ഇങ്ങനെ ആയ സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റൻ ഒക്കെ ചെയ്യാമല്ലോ, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ നാച്ചുറൽ മീൻസ് ആ ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും എൻ്റെ ഹെയറിൽ ചെയ്തിട്ടില്ല. ഇവളാണെങ്കിലും ചെയ്തിട്ടില്ല. ഇവളുടെ മുടി ഇപ്പോഴും നല്ല ഇതിൽ തന്നെ നിൽക്കുന്നത്. ഞാൻ ഇന്ന് ഷാമ്പു കണ്ടീഷണർ ഇട്ടിട്ട് തല നനച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. പിന്നെ നനച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മുടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം കൂടുമ്പോൾ തല നനച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഹെയറൊക്കെ ഒരു ഓയിലി ടൈപ്പ് എൻ്റെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും കുളിക്കാറില്ല, മീൻസ് തല നനയ്ക്കാറില്ല. 1-2 പ്രാവശ്യമാണ് ഞാൻ ആകെ തല നനയ്ക്കാറുള്ളൂ.
പിന്നെ ഇവളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് എറണാകുളത്താണ് ഉള്ളത്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് തല നനയ്ക്കുള്ളൂ. പിന്നെ ഞാൻ മാക്സിമം വീട്ടിലേക്ക് വരാൻ നോക്കും, കാരണം അവിടെ ക്ലോറിൻ്റെ വെള്ളമാണ്. അപ്പോൾ പണ്ട് എൻ്റെ മുടിയുടെ ഇതിൽ തന്നെ ക്ലോറിൻ്റെ വാട്ടർ ഇതായിട്ട് മുടിയൊക്കെ നല്ലോണം പോയിരുന്നു. അപ്പം ഞാൻ മാക്സിമം ഇങ്ങോട്ട് വരാൻ നോക്കും ആഴ്ചയിൽ. എന്നിട്ട് ഇവിടുന്നാണ് തല നനയ്ക്കുക. പിന്നെ ഈ ഷാമ്പും കണ്ടീഷണർ ഉള്ള കാരണം ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്നാണ് കുളിക്കുക. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷാമ്പു ഈ കണ്ടീഷണർ യൂസ് ചെയ്യണമെന്നില്ല, അവർ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. എൻ്റെ വേറൊരു കസിൻ ചേച്ചി ഉണ്ട്. ചേച്ചി ഈ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് ഈ സംഭവമല്ലേ ഇതാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഈ ബ്രാൻഡാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇതാണോ യൂസ് ചെയ്യാറുള്ളത് എനിക്ക് അത് എന്താ ഇത്ര തന്നെയല്ലോ ഉള്ളൂ. പിന്നെ എത്ര പെർമനന്റ് ആണോ ചോദിച്ചു, അതിനാണ് കുറെ ചോദിച്ചേക്കണേ. പിന്നെ ചോദിച്ചത് എത്ര കാലം നിൽക്കും എന്നാണ്. അതൊക്കെ പറയാനുള്ളത് മാസം കൂടുന്നു. നമ്മള് കുളിക്കണതിനനുസരിച്ച് തല നനയ്ക്കണതിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. 72 വാഷസ് ആണ്. ഇപ്പൊ ഞങ്ങളുടെ 72 ആയിട്ടുണ്ടോ? നമ്മുടെ ഇല്ല, അത്ര ആയിട്ടുണ്ടാവില്ല, കാരണം ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് തല നനയ്ക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ നോലുമ്പിന്റെ ടൈമില് ഡെയിലി തല നനച്ചിരുന്നു. അന്ന് ഞങ്ങൾ ഒരു 2-3 ആഴ്ച നോലുമ്പ് അടുപ്പിച്ചിട്ട് ഷാമ്പു ആകെ ഒരു വട്ടം. ഒരു കാര്യം പറയാനുള്ളത്, ഇവളുടെ ഭയങ്കര കേളി ആയിരുന്നു. അപ്പൊ കേളി ഹെയർ ഉള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം അതുകൊണ്ടാണ് ഇവളുടെ ഇവിടെ കാണാൻ അറിയില്ല. ഇവിടെ ഇങ്ങനെ ചുരുണ്ട് വരുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം 4 മാസം ഉണ്ടാവുള്ളൂ. പക്ഷെ 4 മാസം ആയിക്കണ്, പക്ഷെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ഉണ്ട്. സ്ട്രെയിറ്റ് ആയ മുടിക്ക് കുറേ കാലം നിൽക്കും, അങ്ങനെ ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ. പക്ഷെ എൻ്റെ ടെക്സ്ചർ വേറെ ആയിരുന്നു, വലിയ കുഴപ്പമില്ലാണ്ട് ഇതുവരെയൊക്കെ ഇങ്ങനെ തന്നെ കേട്ടാ. അടിയിൽ എൻ്റെ ചുരുണ്ടിട്ട്, പക്ഷെ ഇപ്പോഴും എനിക്ക് അങ്ങനെയൊക്കെ പോയി തോന്നുന്നുണ്ട്. ഇതാണ് ഏകദേശം എൻ്റെ മുടി. ഞാൻ പറ്റാന്നുണ്ടെങ്കിൽ ഇതിൽ ഞങ്ങളുടെ പണ്ടത്തെ ഫോട്ടോ അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഓവറോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ബോട്ടോക്സ് വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നേക്കാളും നല്ലത് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്. അതാകുമ്പോൾ നമുക്ക് മുടിക്ക് അങ്ങനെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ അവരെന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം ഞങ്ങൾക്കും കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു, മുടി നാശാവോ, പിന്നെ നമ്മുടെ മുഖത്തിന് ഫേസിന് ചേരുമോ, അങ്ങനെ ഭയങ്കരമായിട്ട് കുറേ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറേയൊക്കെ എന്തായാലും ചെയ്യാം, എന്തെങ്കിലും ആയിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ചെയ്തപ്പോഴൊക്കെ. പിന്നെ ഇവളുടെ നല്ല വെട്ടിയ ആൾക്കാർക്ക് കുറേ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്. എൻ്റെ മുടി ഇഷ്ടമാണ്, അതല്ല പറയണേ. പക്ഷെ എൻ്റെ മുടി നല്ല പോലെയൊക്കെ. അപ്പൊ ഇങ്ങനെ പറയും എൻ്റെ മുടി ഇങ്ങനെ പോലെ നിൽക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉള്ളു, എൻ്റെ മുടി ഇത്ര ഉള്ളപ്പോ ഇത്ര ഉള്ളു എൻ്റെ മുടി. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമായി എൻ്റെ മുടി, കാരണം എനിക്ക് ഇങ്ങനെ ആവണമെന്ന് ഇഷ്ടമുണ്ടായിരുന്നു. ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഫുൾ സ്ട്രെയിറ്റ് അല്ല, ഇതേപോലെ. പക്ഷെ എൻ്റെ ഇവിടെ ഇങ്ങനെ ചുരുണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് വിഷമമുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അപ്പൊ ഇനി എന്തെങ്കിലും ഇതാകുമ്പോൾ വീണ്ടും ചെയ്യും. ഓക്കെ. പിന്നെ എൻ്റെ കണ്ടോ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഇതുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത്ര തന്നെയാണ് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോട്ടോക്സ് ചെയ്യായിരിക്കും ഒന്നുകൂടി നല്ലത്. കെരാറ്റിനും മറ്റേതൊന്നും വേണ്ട, കാരണം എൻ്റെ ഫ്രണ്ട് തന്നെ ചെയ്തിട്ട് അവളുടെ മുടിയൊക്കെ ആകെ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. മാക്സിമം ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇങ്ങനത്തെ ചെയ്യാം, ഇതാകുമ്പോൾ ഒന്നുകൂടി നല്ലതാണ്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ കുറേ പേര് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാനെല്ലാം മീൻസ് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ടൊന്നും അറിയില്ല, എന്നാലും അറിയുന്നതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യണ്ട. ഓക്കെ, ബൈ.